നോട്ടിങ് നടത്തും. ഇതിൽ എഴുതിയേക്കുന്നത് ഞാനത് ഒന്നുകൂടെ വായിച്ചു. തിരുവാഭരണം കമ്മീഷണർ ഇഒ ശബരിമല എന്നിവരുടെ അഭിപ്രായം വാങ്ങണം. ഇതെന്താണ് തെറ്റതില്? അല്ല, ഇന്നലെ പക്ഷേ ഹൈക്കോടതി പറഞ്ഞ കോടതി പരാമർശങ്ങളും കേട്ട് കാണാം. അപ്പോൾ അത് നീക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കും. ഇല്ല, അത് ആലോചിക്കും. ഹൈക്കോടതി അങ്ങനെ ഒരു പരാമർശം ഇല്ല, അങ്ങനല്ല. എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ ജഡ്ജ്മെന്റ്. ഹൈക്കോടതി എന്നെ പറ്റി ഒരു പരാമർശവും നടത്തിയിട്ടില്ല. അല്ല, അത് വരട്ടെ. ഇത് ഇന്നലത്തെ ഒരു വിവരമല്ലേ. ഇത് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു കൺക്ലൂഷനിലൊന്നും എത്തിയിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു ഇമെയിൽ തന്നതായും അത് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് കൊടുത്തു. അത് ഒഫീഷ്യൽസിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു വീഴ്ചയായിട്ട് തോന്നുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ 2021 നവംബറിൽ പോന്നു. ഇത് 2019. ഈ പീരീഡിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഈ കോവിഡിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായ ഒരു പീരീഡാണ്. അപ്പൊ ഈവന്റ് നടന്നു കാണുമെന്നുള്ളതും എനിക്കറിഞ്ഞു. അതിനുശേഷം ഐ ഹാവ് നോട്ട് കോഓപ്പറേറ്റഡ് വിത്ത് ദാറ്റ്. ഈ 2019 കൊണ്ടുവന്നതിന് ചെമ്പ്, അതായത് അതിൽ സ്വർണം മങ്ങലേറ്റു എന്ന് പറഞ്ഞാണ് വീണ്ടും കൊടുക്കുന്നത്. അതിനെന്തിനാണ് മൂന്നാമതൊരു വ്യക്തിയെ ഏൽപ്പിക്കുന്നത്? എന്ത് ധൈര്യത്തിലാണ് മൂന്നാമതൊരു വ്യക്തിയെ ദേവസ്വം ബോർഡ് ഏൽപ്പിക്കുന്നത്? ഏത് മൂന്നാമതൊരു വ്യക്തി? അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ദേവസ്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളല്ല. ഇത് മാഡം, ഈ കത്തനുസരിച്ച് ഈ സ്വർണം ദേവസ്വം ബോർഡിന്റെ വക സ്വർണ്ണമല്ല. ഈ കത്തനുസരിച്ച് ദ്വാരപാലികൾ വീണ്ടും മിനുക്കാൻ വേണ്ടി, സ്വർണം പൂശാൻ വേണ്ടി എന്തിനാണ് മൂന്നാമതൊരാളെ ഏൽപ്പിച്ചത്? സ്പോൺസർ ആയതുകൊണ്ട്. അല്ല, ഇത് ഞാൻ വിശദീകരിക്കേണ്ടതല്ല. പക്ഷെ ഒരു സ്പോൺസർ ആയതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു സർ. മാഡം ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാണ് അതായത് ഈ ദ്വാരപാലക ശില്പങ്ങൾ അല്ലെങ്കിൽ പാളികൾ കൊണ്ടുപോകാനായി എന്തിനാണ് മൂന്നാമതൊരു വ്യക്തിയെ? ചോദ്യം കൃത്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ ദേവസ്വം ബോർഡ് പ്രതിനിധിയല്ല, ശബരിമലയിലെ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക ആളല്ല. അങ്ങനെ നിൽക്കുമ്പോൾ അയാളുടെ തേർഡ് പേഴ്സൺ ആണ്. ആ തേർഡ് പേഴ്സണെ എന്തിനാണ് ദേവസ്വം ബോർഡ് ഇത് ഏൽപ്പിച്ച് വിടുന്നത്? അതിന് ഞാൻ ഉത്തരം പറയേണ്ടതല്ല. അല്ല, അതാണ് മാഡം ഞാൻ ആദ്യമേ എന്റെ ടെലിവറ് മനസ്സിലാക്കണം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന കാര്യം 2019 അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. അപ്പോൾ അതിനു മുൻപെയാണ് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ കാലത്തല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഈ മാധ്യമ